ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കൃതിയാണ് കേരള പഴമ. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കൃതിയാണ് തുഫാത്തുൽ മുജാഹിദീൻ. ലുഡോവിക്കോ ഡി വാർത്തമയുടെ കൃതിയാണ് യാത്രാ വിവരണം. ഇബ്ൻ ബത്തൂത്തയുടെ കൃതിയാണ് റിബ്ല. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കൃതിയാണ് കേരള പഴമ. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കൃതിയാണ് തുഫാത്തുൽ മുജാഹിദീൻ. ലുഡോവിക്കോ ഡി വാർത്തമയുടെ കൃതിയാണ് യാത്രാ വിവരണം. ഇബ്നു ബത്തൂത്തയുടെ കൃതിയാണ് റിബ്ല. താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, ടി കെ മാധവൻ. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവരെല്ലാവരും SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, ടി കെ മാധവൻ എന്നിവർ SNDP യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. ഉഷ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. ഉഷ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു എന്നുള്ളത്. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ സംഘടനകളുമാണ് പറയുന്നത്. ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചത് സംഘടനയാണ് സത്യശോധക് സമാജ്. വീരേശലിംഗം പൻലു സ്ഥാപിച്ച സംഘടനയാണ് രാജമഹേന്ദ്രി സോഷ്യൽ റീഫോം അസോസിയേഷൻ. ബസവ സ്ഥാപിച്ച സംഘടനയാണ് വീരശൈവ പ്രസ്ഥാനം. GK ദേവ്ധറും മിസ്സിസ് രമാബായ് റാനഡയും സ്ഥാപിച്ച സംഘടനയാണ് സേവാ സദൻ. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ സംഘടനകളുമാണ് പറയുന്നത്. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. വീരേശലിംഗം പൻലു സ്ഥാപിച്ച സംഘടനയാണ് രാജമഹേന്ദ്രി സോഷ്യൽ റീഫോം അസോസിയേഷൻ. ബസവ സ്ഥാപിച്ച സംഘടനയാണ് വീരശൈവ പ്രസ്ഥാനം. GK ദേവ്ധറും മിസ്സിസ് രമാബായ് റാനഡയും സ്ഥാപിച്ച സംഘടനയാണ് സേവാ സദൻ. 4ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം. ബോസ്റ്റൺ പ്രതിഷേധങ്ങൾ, അസഹനീയമായ ആക്ട്സ്, ഇവ രണ്ടുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 കാരണങ്ങളാണ് ബോസ്റ്റൺ പ്രതിഷേധങ്ങളും അസഹനീയമായ ആക്റ്റുകളും. 6ാമത്തെ ചോദ്യം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ? ക്രിസ്റ്റലീന ജോർജിവ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിവ. ബ്രസിയ നിറച്ച അഗ്നിപർവ്വത പൈപ്പ് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലുള്ള ദീർഘകാല മണ്ണൊലിപ്പിന് ശേഷം തുറന്ന് കാട്ടപ്പെടുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ഡയട്രോം. ബ്രസിയ നിറച്ച അഗ്നിപർവ്വത പൈപ്പ് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലുള്ള ദീർഘകാല മണ്ണൊലിപ്പിന് ശേഷം തുറന്ന് കാട്ടപ്പെടുന്നതിനെ ഡയട്രോം എന്ന് വിളിക്കുന്നു. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പേഡി പ്ലെയിൻ, LC കിങ്, പെനെ പ്ലെയിൻ, WM ഡേവിഡ്സ്, പാൻ പ്ലെയിൻ, ക്രിക്മേ, പാൻ ഫാൻ, ലോസൺ. ശരിയായ ചേരുംപടി ചേർത്തത് പേഡി പ്ലെയിൻ, LC കിങ്, പെനെ പ്ലെയിൻ, WM ഡേവിസ്, പാൻ പ്ലെയിൻ, ക്രിക്മേ, പാൻ ഫാൻ, ലോസൺ. ഗംഗയുടെ അലഹബാദ്, ഹാൽദിയ, ഭഗീരഥി, ഹുഗ്ലി ഭാഗമാണ്
ദേശീയ ജലപാത 1 എന്നറിയപ്പെടുന്നത്? ഗംഗയുടെ അലഹബാദ് ഹാൽദിയ ഭഗീരഥി ഹുഗ്ലി ഭാഗമാണ് ദേശീയ ജലപാത 1. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര. വെള്ളാനിക്കരയിലാണ് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? വിശാഖപട്ടണം. വിശാഖപട്ടണമാണ് ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം. താഴെ പറയുന്നവയിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? കാർഷിക മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം. കാർഷിക മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം. താഴെ പറയുന്ന സ്കീമുകളും ഉദ്ദേശങ്ങളും ചേരുംപടി ചേർക്കുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പ്രൊജക്റ്റ് ഇൻസൈറ്റ് എന്ന സ്കീം വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിച്ച ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നതിന് സൃഷ്ടിച്ച ഒരു സംയോജിത പ്ലാറ്റ്ഫോമാണ് പ്രൊജക്റ്റ് ഇൻസൈറ്റ് എന്നത്. വിവാദ് സെ വിശ്വാസ് സ്കീം കുടിശ്ശിക തർക്കങ്ങൾ തീർക്കാനായിട്ട് വേണ്ടി രൂപീകരിച്ച സ്കീമാണ് വിവാദ് സെ വിശ്വാസ് സ്കീം. സമാധാൻ സ്കീം നികുതിദായകർ അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സമർപ്പിത ഇമെയിൽ ഐഡിയാണ് സമാധാൻ സ്കീം. മുഖം നോക്കാതെയുള്ള വിലയിരുത്തൽ പദ്ധതിയാണ് നികുതിദായകരും വകുപ്പും തമ്മിലുള്ള ഭൗതിക ഇടപെടൽ കുറയ്ക്കുന്നതിന്. പ്രൊജക്റ്റ് ഇൻസൈറ്റ് എന്ന സ്കീം ബന്ധപ്പെട്ടിരിക്കുന്നത് വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിച്ച ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നതിന് സൃഷ്ടിച്ച ഒരു സംയോജിത പ്ലാറ്റ്ഫോമാണ് പ്രൊജക്റ്റ് ഇൻസൈറ്റ്. കുടിശ്ശിക തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി തുടങ്ങിയ സ്കീമാണ് വിവാദ് സെ വിശ്വാസ് സ്കീം. നികുതിദായകർ അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സമർപ്പിത ഇമെയിൽ ഐഡിയാണ് സമാധാൻ. നികുതിദായകരും വകുപ്പും തമ്മിലുള്ള ഭൗതിക ഇടപെടൽ കുറയ്ക്കുന്നതിന് മുഖം നോക്കാതെയുള്ള വിലയിരുത്തൽ പദ്ധതിയാണ്. 6ാം പഞ്ചവത്സര പദ്ധതിയിൽ താഴെ പറയുന്ന ഒരു പരിപാടി സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അവതരിപ്പിക്കാത്ത പരിപാടി. 6ാം പഞ്ചവത്സര പദ്ധതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമുകളാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സംയോജിത ഗ്രാമീണ വികസന പദ്ധതി എന്നിവ 6ാം പഞ്ചവത്സര പദ്ധതിയിൽ അംഗീകരിച്ചിട്ടുള്ള പ്രോഗ്രാമുകളാണ്. അതിൽ അവതരിപ്പിക്കാത്ത പ്രോഗ്രാമാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്. വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക. കൂടുതൽ മാർക്കറ്റ് ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിലെല്ലാ പ്രസ്താവനയും ശരിയാണ്. വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക്, വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക, കൂടുതൽ മാർക്കറ്റ് ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക എന്നിവ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 2021 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതത് സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഇതിൽ തെറ്റായ ജോഡികൾ എന്ന് പറയുന്നത് അരി പഞ്ചാബ് എന്നതാണ്. ശരിയായ ജോഡികൾ കരിമ്പ് ഉത്തർപ്രദേശ് ശരിയായ ജോഡിയാണ്. പരുത്തി മഹാരാഷ്ട്ര ശരിയായ ജോഡിയാണ്. ഗോതമ്പ് ഉത്തർപ്രദേശ് ശരിയായ ജോഡിയാണ്. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് അരി പഞ്ചാബ് എന്നതാണ്. ഓപ്ഷൻ സി 3 മാത്രം. GST കൗൺസിലിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സംസ്ഥാനങ്ങൾ 1, 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലാണ്. അവ ഏത്? മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ്. 2022 നവംബറിലെ GST കൗൺസിലിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം
മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നിവ 1, 2, 3, 4, 5 സ്ഥാനങ്ങളിൽ പെടുന്നു. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1919 മൊണ്ടേഗു ചേംസ്ഫോർഡ് നിയമം മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 2 മാത്രം. പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. ദേശീയതലത്തിൽ ദ്വീപ് അവതരിപ്പിച്ചു. 1919 മൊണ്ടേഗു ചേംസ്ഫോർഡ് നിയമത്തിൽ വരുന്ന 2 പ്രസ്താവനകളാണ്. പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. ദേശീയതലത്തിൽ ദ്വീപ് അവതരിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല. ഓപ്ഷൻ എ 1 മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല.